Fort Cochin, one of the major tourist places in the heart of Kerala, known for its rich heritage and diverse culture. This place in itself is a field that drives its natives. A walk through the famous Fort Kochi beach drives us through some historic tales and its trade affairs with several countries. The name Fort Kochi in itself was derived from the Fort Emmanuel, a ruined fort which was long forgotten until some of the local heritage enthusiasts took initiative to preserve the last remains of the fort left in this beach area. A laterite underwater foundation is possibly part of the Portuguese-built Fort Emmanuel, constructed during 1503. This has emerged along the Fort Kochi beach recently, and it has been reviving enthusiasm among history buffs on the city's ancient structural remains. The underwater structure emerged after seawater receded following low tide. As a result, nearly 8 rows of the foundation consisting of laterite stones became visible. Fort Emmanuel is a bastion of the Portuguese and a symbol of the strategic alliance between the Maharaja of Kochi and the monarch of Portugal. Named after Manuel I, the King of Portugal, it is said to be the first Portuguese fort in Asia. നമ്മുടെ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് യൂറോപ്പിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഒരു കോട്ട പണിതിട്ടുണ്ടെങ്കിൽ അത് കൊച്ചിയിലാണ്. പ്രധാനമായിട്ടും പിന്നെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ ഫോർട്ട് ഇമ്മാനുവൽ കോട്ടയെ കുറിച്ച് പറയുമ്പോൾ അതായത് 16ാം നൂറ്റാണ്ടിൽ പണിത ഈ കോട്ടയുടെ ചില ഭാഗങ്ങളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം ഇത് അന്ന് പണിത അല്ലെങ്കിൽ അതിന് മുമ്പ് പണിതതിൻ്റെ ആകാവുന്ന കുറേ പഴയ കല്ലുകൾ. After being built by the European power with its unique architecture, the Emmanuel Fort was overrun by the Dutch 100 years later. Later on, with the British invasion in India, these buildings were said to be used for housing and military purposes. ഈ കോട്ട 16th centuryയിൽ പണിതപ്പോൾ മുതൽ ഈ കോട്ടയുടെ കണ്ടീഷൻ ഇവിടെയായിരുന്നു. ഇത് പോർച്ചുഗീസും ഡച്ചും ആയിട്ടുള്ള യുദ്ധത്തിൽ വൈപ്പിന്ന് പീരങ്കിക്ക് അടിഞ്ഞ് പൊളിഞ്ഞു പോയതിന് ശേഷമാണ് ഡച്ചുകാർ വരുന്നു. പിന്നെ ഡച്ചുകാർ കുറച്ച് മെയിൻ്റെനൻസ് ചെയ്യുന്നു. അതിനുശേഷം പിന്നെ ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കോട്ട ഏതായാലും പൂർണ്ണമായിട്ടും മണ്ണിനടി പോയി. പക്ഷേ ഇന്നും അതിൻ്റെ ഫൗണ്ടേഷനും അതിൻ്റെ ശേഷിപ്പൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Slabs of granite and laterite were recovered from the area adjacent to the Chinese fishing nets near the seafront. 11 pieces of granite and 1 of laterite were retrieved. This was the result of an initiative by a motley group of people comprising of a set of heritage enthusiasts, local ward councillor, a documentation assistant, and representatives from the state archaeological department. Retrieving these remains was part of an effort to preserve these pieces of history before the work on Water Metro project begins. കേരള പുരാവസ്തു വകുപ്പിൻ്റെ എറണാകുളം ജില്ലാ പൈതൃക മ്യൂസിയത്തിൻ്റെ പൂന്തോട്ടത്തിൽ കിടക്കുന്ന ഈ കല്ലുകൾ നിസ്സാര കല്ലുകളല്ല. 11 കല്ലുകളും ഒരു ലാറ്ററൈറ്റ് കല്ലും കൂടി ചേർന്ന് 12 കല്ലുകൾ നമ്മുടെ വാട്ടർ മെട്രോയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇവിടെ മെട്രോ റെയിൽവേ സ്റ്റേഷൻ പണിയുന്നതിൻ്റെ ഭാഗത്ത് അവിടെ പണിയുന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ കിടന്ന സാധനങ്ങളാണ്. നമ്മളെല്ലാവരും പറയും ഇത് ഏകദേശം 10-400 വർഷം പഴക്കമുള്ളതാണ്, 500 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഇത് 500 ഒന്നും അല്ല, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. കണ്ടാൽ തന്നെ അറിയാം. ഗ്രാനൈറ്റിൻ്റെ പീസുകളാണ്. ഏകദേശം 11 പീസുകൾ ഗ്രാനൈറ്റാണ്. അത് പഴയകാലത്തെ അഷ്ടമുഖവും സപ്തമുഖവും പഞ്ചമുഖവും ഒക്കെ ഉള്ള പല കല്ലുകളാണ്. സോപാന കല്ലുകളും ഒക്കെ കാണാം. ഇത് പഴയകാല തൂണുകളുടെയാണ്, ഏതോ നിർമ്മിതിയുടെയാണ്, നല്ലൊരു ആർട്സിൻ്റെയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു ബൗദ്ധ ജൈന പഴയ നിർമ്മിതിയുടെയാണ്.
പഴയ കടലേറ്റക്കാലത്തും പ്രകൃതിക്ഷോഭത്തിന് സമയം നശിച്ചു പോയതാണ്. ഇതിന് വിശദമായ പഠനം നടത്തി അടുത്ത തലമുറയ്ക്ക് പഠിക്കുന്നതിന് വേണ്ടി ഈ കേരള പുരാവസ്തു വകുപ്പിൻ്റെ എറണാകുളം ജില്ലാ പൈതൃക മിഷൻ ബാസ്റ്റൺ ബംഗ്ലാവിൻ്റെ ഗ്രൗണ്ടിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു പഴയ ലാറ്ററൈറ്റിൻ്റെ കല്ലുണ്ട്. പഴയ കാലത്തെ ഇവിടുത്തെ 1503 പണിത ഇമാനുവൽ കോട്ടയുടെ അന്ന് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലുകളാണ്. അതിൽ ഇപ്പോൾ അത്രയും വലിപ്പമുള്ള കല്ല് ഇവിടെ ഇല്ല. നമ്മുടെ ഈ ഭാഗത്തൊന്നും ലാറ്ററൈറ്റും ഇല്ല, ഗ്രാനൈറ്റും ഇല്ല. ഞാൻ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചി ഇമാനുവൽ കോട്ടയുടെ ഒരു മൂലയുടെ ഭാഗത്താണ്. കാരണം ഇതൊരു മൂല എന്ന് പറയാൻ പഴയ സ്കെച്ചിൽ നമ്മളുടെ വൈപ്പിൻ പള്ളി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വൈപ്പിൻ പള്ളിയാണ് നമ്മൾ കാണുന്ന അപ്പുറം. ആ വൈപ്പിൻ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുന്ന് കോട്ട. ശരിക്കും ഇമാനുവൽ കോട്ടയുടെ തുടക്കം ഈ മൂല, അതായത് അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങും. ആ കോട്ടയുടെ കല്ലാണ്, ഫൗണ്ടേഷൻ്റെ കല്ലാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് കെട്ടിയിരിക്കുന്നത് മറ്റേ ഇത്തൾ വെച്ചിട്ടൊക്കെയാണ്. അതിൻ്റെ ഇത് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത്തൾ കൊണ്ട് നീറ്റുന്ന ഇത്തൾ ഇതിനകത്ത് ഷെല്ല് വരുന്നുണ്ട്. ഇതൊക്കെ ഷെല്ല് പകുതി വേഗാത്ത ഇത്തളുണ്ടാവും, നീറി പോകാത്ത. അതുകൊണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു ഭയങ്കര ബലമായിരിക്കും. ഇത് പവറായിട്ട് നിൽക്കും. ഭയങ്കര പവറാണ് ഈ സാധനം. നമ്മൾ നോക്കി ഓടിയൊന്നുമില്ല. ഇത് കോൺക്രീറ്റിനേക്കാൾ കൂടുതൽ ഫലമുള്ളത് കാരണമാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഇപ്പോഴും ഇത്രയും ഈ കടൽ തീരത്താണെങ്കിൽ പോലും ഇങ്ങനെ കിടക്കുന്നത്. ഇതെല്ലാം എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറം പഴയ കാലത്ത് വള്ളത്തിൽ ഇത്രയും നോക്കി ഒരു കല്ലി പീസൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ കാലത്ത് പഴയ ആനയൊക്കെ കെട്ടി വലിച്ച് കൊണ്ടുവന്നതായിരിക്കാം. അത് ആ തൂണിൻ്റെയൊക്കെ കറക്റ്റ് സ്ട്രക്ചറാണ്. ഇത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 8-10 അടി പൊക്കമുള്ള പഴയ കാലത്തെ തൂണുകളുടെ അഷ്ടഭുജ ഗജപൃഷ്ഠ ശൈലിയിലുള്ളതാണ്. അതിൻ്റെ ഓരോ തൂണിൻ്റെ ശൈലം കണ്ടാലും അറിയാം ഗജപൃഷ്ഠ ശൈലിയാണ്. ആ തൂണിൻ്റെ നടുക്കൊക്കെ ഹോളുണ്ട്. ആ പഴയ സീറ്റിങ്ങിന് വേണ്ടിയുള്ള കറക്റ്റ് പൊസിഷനുണ്ട്. ഇത് കൂടുതൽ പഠനം നടത്തുന്നതിന് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കേരള പുരാവസ്തു സംരക്ഷിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് നമ്മൾ ഫോർട്ട് ഇമാനുവലിൻ്റെ ഒരു പഴയ സ്കെച്ച് കാണുമ്പോൾ അതിനകത്ത് ഈ ഗവർണർ പാലസിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചർച്ച് വോൺ വോയേജ് എന്നുണ്ട്. ഇതൊരു ഫ്രഞ്ച് ലാംഗ്വേജാണ്, നല്ല യാത്രകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ചർച്ച് വോൺ വോയേജിന് ഒരു ചെറിയൊരു കുരിശുവര പോലെ തന്നെ ഈ ചർച്ച് വോൺ വോയേജിന് 2 മാർക്ക് ആ സ്കെച്ചിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് നിന്നിരുന്ന സ്ഥലത്ത് ഈ അടുത്ത് നമ്മുടെ റോഡിൻ്റെ വർക്കൊക്കെ ഇപ്പോൾ മെട്രോ സിറ്റി ആക്കുന്ന കാരണം റോഡ് വർക്ക് എടുക്കുമ്പോൾ JCBക്ക് മാന്തുമ്പോൾ ഞാൻ അതിൽ ഒരു ദിവസം എന്തോ നിയോഗം പോലെ ദൈവം എന്നെ അവിടെ എത്തിച്ചതുപോലെ അവിടെ വരുമ്പോൾ ഇതിങ്ങനെ പൊക്കിയെടുക്കുന്നതാണ് കാണുന്നത്. ഞാൻ ഇങ്ങനെ അവരോട് പറഞ്ഞ് അയ്യോ ഇത് ചിലപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു കണ്ട, വളരെ നീറ്റായിട്ടുള്ളൊരു എൻട്രൻസിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ ചർച്ച് വോൺ വോയേജിൻ്റെ 100% അല്ലെങ്കിലും എനിക്കൊരു വിശ്വാസം പറഞ്ഞാൽ ചർച്ച് വോൺ വോയേജിൻ്റെ ആ കറക്റ്റ് സ്പോട്ടിൽ നിന്നിരുന്ന സ്ഥലമാണ്. ഇത് ഡച്ച് പോർച്ചുഗീസ് യുദ്ധത്തിൽ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തകർന്നു പോയിട്ട് മണ്ണിനടി കിടന്നായിരിക്കും. ഇത് മണ്ണിനടിയിൽ നിന്ന് എടുത്തതാണ്. ഫോർട്ട് ഇമാനുവലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അതിൻ്റെ ഗവർണർ പാലസ് എന്ന ലൊക്കേഷനിൽ നിന്നാണ് ഈ കല്ല് കിട്ടിയത്. ഈ ഒരു കല്ല് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിൻ്റെ ബേസാണ്. ഇത് ബേസിൽ യാതൊരു മാർക്കൊന്നുമില്ല. ഇതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന പീസ് അതാണ്, അതിൻ്റെ മുകളിൽ വരുന്ന ഇതാണ്. അങ്ങനെ ഓരോ പീസും 5 പീസ് ചേർത്ത് വെച്ചാൽ ഒരു 7.5 അടി 8 അടി വരുന്ന ഒരു പില്ലറാവും. കാരണം ഇത് ഗവർണർ പാലസിൻ്റെ അവിടുന്ന് അവർ ബോട്ടിൽ കയറാനായിട്ട് ഉപയോഗിച്ചിരുന്ന എൻട്രൻസിൻ്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ കുറേ പില്ലറുകൾ വെച്ചിട്ട് ഇതൊരു ഭിത്തിയോട് ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. ഇതിന് 8 പട്ടങ്ങളുണ്ട്. അതിലൊരു 5 പട്ടം മാത്രമേ പുറത്ത് കാണുള്ളൂ. ബാക്കി 3 പട്ടങ്ങൾ ഡാമേജ് പോലെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇത് ഈ 5 തൂണും പണിതിരിക്കുന്നത്. കാരണം ഇതൊരു ഭിത്തി ചേർന്ന് നിൽക്കുന്ന ഭാഗമായിട്ടാണ് തോന്നുന്നത്. അതിൻ്റെ ഫസ്റ്റ് പീസ് ഇതാണ്. പിന്നെ അതിൻ്റെ പുറത്ത് വരുന്ന നോർമലായിട്ട് ഇപ്പോൾ ഇതൊരു പ്ലെയിൻ ഭാഗമാണെങ്കിൽ ഈ ഭാഗവും അതേപോലെ തന്നെ വരും. അതിൻ്റെ പിന്നിവിടെ ഉണ്ട്, മെയിൽ ഇവിടെ ഉണ്ട്, ഇതിനകത്ത് ഫീമെയിൽ ഉണ്ട്. ഇത് കൂടാണ്ട് ഇതിൻ്റെ ടോപ്പിൽ വരുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. ഇതെല്ലാം കോട്ടയുടെ ഭാഗത്തിൽപ്പെട്ട കല്ലുകളാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട്. നമ്മുടെ ഇത് കൊച്ചിൻ കോർപ്പറേഷൻ സോണൽ ഓഫീസിൻ്റെ അകത്ത് കിടക്കുന്ന കല്ലാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൗൺസിൽ ആൻ്റണി കുരിത്തറ ആണ് ഈ സാധനം പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങനെയെങ്കിൽ വെച്ചത്. കാര്യം ഇവിടെ എവിടെയോ വർക്ക് നടന്നപ്പോൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ട് ആൻ്റണി സാർ കൊണ്ടുവന്ന് വെച്ചെന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ കല്ല് ഫോർട്ട് നമ്മുടെ ഇമാനുവൽ കോട്ടയുടെ പില്ലറിൽപ്പെട്ട ഒരു കല്ലാണ്. ഇതേപോലത്തെ ഒരു ഫൗണ്ടേഷനും തൂണാണ് നമ്മുടെ സാന്റാക്രൂസ് ബസിലിക്കയുടെ അകത്തിരിക്കുന്ന
നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിൽക്കുന്ന പില്ലർ ഫോർട്ടിലെ വെള്ളത്തിൻ്റെ അളവ്, മറ്റേ പോർട്ടിൻ്റെ വെള്ളത്തിൻ്റെ അളവ്, ഫോർട്ടല്ല നമ്മുടെ കപ്പൽ കയറാനുള്ള വെള്ളത്തിൻ്റെ അളവ് നോക്കുന്ന ഒരു മാർക്കൊക്കെ ഉള്ള ഒരു കല്ലും തൂണുമാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ബേസ് ഇതുപോലെയാണ്. അതിൻ്റെ ബേസ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അത് പല സ്ഥലത്തു നിന്ന് കിട്ടിയത് കാരണം അങ്ങനെ ആയിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടി വരും. അതിനകത്ത് വാട്ടർ മാർക്ക് കാണുന്നുണ്ട്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്മാനുവൽ കോട്ടയുടെ പില്ലറിൽ കുറേ ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് വരും. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഒരു ഗൺ പോയിൻ്റ് ഉണ്ട്. ഫോർട്ട് ഇമ്മാനുവൽ കോട്ടയുടെ ഭാഗമെന്ന് വിശേഷിപ്പിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു പീരങ്കി. ആ പീരങ്കി വെച്ചിരിക്കുന്ന ഫോർട്ട് ഇമ്മാനുവലിൻ്റെ കോട്ടയുടെ ഭാഗം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഇത് ഇമ്മാനുവൽ കോട്ടയുടെ ഭാഗമല്ല. കാരണം ഈ പണിക്ക് അത്ര പഴക്കമില്ല. ഇതെനിക്ക് തോന്നുന്ന ഒരു 18th century പണിതായിരിക്കാം. ഇത് ഒരു ബ്രിട്ടീഷ് ലുക്ക് ഉണ്ട് ഇതിന്. കാര്യം ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതായിരിക്കാണ് ചാൻസ്. കാര്യം ഈ പീരങ്കി തന്നെ പുതിയത് വെച്ചാണ്. എന്നാൽ പോലും ഇത് ബ്രിട്ടീഷ് ഉപയോഗിച്ചിരുന്ന പീരങ്കിയാണ്. പോർച്ചുഗീസിലെ പീരങ്കി ഇങ്ങനെയല്ല. ഈ ഇമ്മാനുവൽ കോട്ട എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ കെട്ടിയ കോട്ടയാണ്. അപ്പോൾ ആ കോട്ടയുടെ ഓരോ ഭാഗങ്ങളും വലിയ വീതി കൂടിയ ഭിത്തിയൊക്കെയാണ്. പിന്നെ ഡച്ചുകാരാണെങ്കിലും പക്ഷെ അത്ര വീതിയൊന്നും ഇല്ലാത്തൊരു ഭിത്തിയാണിത്. അപ്പോൾ ഇത്തരം തെറ്റുകളാണ് നമ്മുടെ ഫോർട്ട് കൊച്ചിയുടെ ചരിത്രങ്ങളിൽ പല ആളുകളും പഠിക്കുമ്പോൾ നമ്മൾ തെറ്റായിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഈ ബോർഡ് മാറ്റിയിട്ട് ശരിക്കും എന്താണ് അവിടുത്തെ സ്റ്റോറി അത് എഴുതുക. കാര്യം ഇത് ഫോർട്ട് ഇമ്മാനുവലിൻ്റെ അല്ല. ഫോർട്ട് ഇമ്മാനുവലിൻ്റെ ഒരു സ്കെച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇതിൻ്റെ ഭാഗത്തായിരുന്നു ഇവിടെ ഒരു സിഗ്നൽ ടവർ ഇതിൻ്റെ നേരെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗൺ പോയിൻ്റ് മുമ്പിൽ കൊണ്ടുപോയിട്ട് സിഗ്നൽ ടവറിന് മുമ്പ് വെക്കൂല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ പീരങ്കിക്ക് അടിക്കും? അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടാമത് അതിന് ശേഷം പണിതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഓടത്താന്നാണ്. ഇത് ഓടത്താന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ഭാഷയാണ്. അത് പൂന്തോട്ടത്തിലേക്കുള്ള പടിവാതിലിനൊക്കെയാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പോൾ ഈ ഗേറ്റ് ഇവിടെ ഉള്ളത് നമ്മുടെ ഫോർട്ട് ഇമ്മാനുവലിനെ കുറിച്ചുള്ളൊരു വലിയൊരു സ്കെച്ചിൽ ഈ ഗേറ്റും കുറേ സിഗ്നൽ ടവർ നമ്മുടെ ഇമ്മാനുവൽ കോട്ടയുടെ തന്നെ കുറേ ഭാഗങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്ന വലിയൊരു സ്കെച്ച് അതിൻ്റെ ഭാഗത്ത് ഇതുമുണ്ട്. ഇമ്മാനുവൽ കോട്ട കെട്ടിയ സമയത്തുള്ള അല്ലെങ്കിൽ അതിന് ശേഷമോ നിർമ്മിച്ച ഒരു ഗേറ്റാണിത്. ഈ ഗേറ്റിൻ്റെ ഇത് പില്ലറെല്ലാം തകർന്നു പോയി ആകെ ശേഷിക്കുന്ന ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതിൽ ഏതാണ്ട് നമ്മുടെ ഫോർട്ട് ഇമ്മാനുവലിൻ്റെ പില്ലറിൻ്റെ കുറേ രീതിയൊക്കെ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ അപ്പുറം കാണുന്നതിൻ്റെ ബേസ് ഒരു ഗേറ്റിന് അപ്പുറമാണ്. അപ്പോൾ ആ ഒരു ഗേറ്റിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ചരിത്രങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ബാഷ്യൻ ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇന്ന് ജില്ലാ പൈതൃക മ്യൂസിയമായിട്ട് മാറ്റി എറണാകുളം ജില്ലയുടെ തന്നെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ജില്ലാ പൈതൃക മ്യൂസിയമാണ്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണുന്ന ഇതിൻ്റെ എല്ലാ സംഭവങ്ങളെക്കുറിച്ചുള്ള വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള യൂറോപ്പിൽ നിന്നുള്ള കുറേ മേപ്പും കുറച്ച് ഫോട്ടോഗ്രാഫും എല്ലാമാണ് ഇതിനകത്തുള്ളത്. അതായത് നമ്മൾ ചരിത്രം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊച്ചി എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ജില്ലാ പൈതൃക മ്യൂസിയം കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന കൊച്ചി ആയിരിക്കില്ല, ഇന്ന് കാണുന്ന കൊച്ചി ആയിരിക്കുന്നില്ല അതിനുള്ളിൽ കയറിയാൽ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു കൊച്ചിയായിരുന്നു. ആ കൊച്ചി ഇനി നമുക്ക് ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റില്ല എന്നറിയാം. എന്നാൽ പോലും അത്തരം ഒരു കൊച്ചി ഇനി ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ നമ്മൾ അടുത്ത തലമുറ മുമ്പോട്ട് വരണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ വീഡിയോയിലൂടെ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം പൈതൃകം സംരക്ഷിച്ചാലേ നമ്മുടെ രാജ്യം നിലനിൽക്കുള്ളൂ. നമ്മളുടെയൊക്കെ ചരിത്രം, നമ്മളുടെ പൂർവികന്മാരെന്താണ് ചെയ്തത് അതറിയണമെങ്കിൽ, എന്തായാലും കൊച്ചിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജില്ലാ പൈതൃക മ്യൂസിയത്തിനകത്ത് കയറി ഒന്ന് കാണണം. Some heritage enthusiasts believe that there is even more remains untouched beneath. This area is considered a gold mine for archaeological remains, and only a full-fledged work by the government could reveal deeper findings. The remains of the Emmanuel Fort, which were once visible at Fort Kochi Beach, have been engulfed by seaweed that washed ashore. No authorities have come forward to preserve these laterite foundation remains of the fort. Heritage enthusiasts like Taha have been doing their best to spread awareness about its importance. We wish that more people like him would come forward to
to preserve our heritage for the future generations.